ഇന്ന് ഞാൻ എന്റെ എക്സ്പെൻസ് കണക്കാക്കിയ സമയത്ത് ഞാൻ 11 ലക്ഷം രൂപയായിട്ട് അവിടെ നിന്ന് പോകുന്നത്. എനിക്ക് 11 ലക്ഷം രൂപയാണ് എനിക്ക് ഹജ്ജിന്റെ എക്സ്പെൻസ് അടക്കം എനിക്ക് വേണ്ടത്. അതായിട്ടാണ് ഞാൻ ഇവിടുന്ന് ഇറങ്ങുന്നത്. ആ പൈസ കുവൈറ്റ് ദിനാറായിട്ടും ഡോളറായിട്ടും അക്കൗണ്ടിലാക്കിയിട്ടും എനിക്ക് ആവശ്യത്തിനുള്ള ഞാൻ കുവൈറ്റ് ദിനാറായിട്ടും ഡോളറായിട്ടും എന്റെ കയ്യിലുണ്ട്. പിന്നെ അക്കൗണ്ടിലും. അതായത് അടുത്ത വർഷം ഹജ്ജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വർഷത്തെ ഹജ്ജിന്റെ മുന്നേ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ചിട്ട് ഇവിടെ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി ഹജ്ജിന് പ്രൈവറ്റിൽ ഹജ്ജിനുള്ള കോട്ടയിൽ ആദ്യം തന്നെ പറഞ്ഞ് ബുക്കിംഗ് ഒക്കെ എടുത്തിട്ടാണ് ഞാൻ പോകുന്നത്. ഹജ്ജുമാണല്ലോ നമുക്ക് എൻട്രി കിട്ടണമെന്നുണ്ടെങ്കിൽ സൗദിയിലേക്ക്. അപ്പൊ ആ സമയത്ത് ഹജ്ജിന്റെ സമയത്ത് എത്തണം, ഹജ്ജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എൻട്രി വേണം ഹജ്ജിന്റെ. അതൊക്കെ പ്രിപ്പയർ ആയിട്ട് പോകുന്ന സമയത്ത് ഞാൻ ഈ പൈസ കാര്യങ്ങളൊക്കെ ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നു. ഹോട്ടൽ സ്റ്റേ ആണോ, ഇതിന്റെ എക്സ്പെൻസും കാര്യങ്ങളും നമ്മൾ തീരുമാനിക്കുന്ന സമയത്തെ ഇന്ത്യയില് ഗുരുദ്വാരകള്, അമ്പലങ്ങളുണ്ട്. റൂട്ട് നോക്കും, റൂട്ട് മാനുവലായിട്ട് പഠിക്കുമ്പോൾ അതിന്റെ ഇടയിൽ എന്താണോ ഒരു 25 to 35 കിലോമീറ്ററിന്റെ ഉള്ളിൽ സ്റ്റേ ഓപ്ഷൻ ഉണ്ടാവും. സ്റ്റേ ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്ത് തരും. അപ്പൊ ഞാൻ അതിൽ തെരഞ്ഞെടുത്ത് ഞാനും എൻ്റെ ജ്യേഷ്ഠനും ഞങ്ങൾ റൂട്ട് മാപ്പ് തയ്യാറാക്കിയിട്ട് അവരൊക്കെ കണക്ട് ചെയ്തിരുന്നു. ഭാരത് പെട്രോൾ പമ്പ്, ആദവനാട് പാറയിലുള്ള ഒരു സുഹൃത്തുണ്ടായിരുന്നു. അവൻ ഈ ഭാരത് പെട്രോൾ പമ്പിന് എന്തോ ഒരു അക്കൗണ്ട്സിന് ജോലി ചെയ്യുന്ന ഒരാൾ. അങ്ങനെ ഞങ്ങൾക്ക് അവരെ കണക്ഷൻ കിട്ടി. അവര് വീട്ടിലേക്ക് വന്നു, അവര് ഞങ്ങൾക്ക് പറഞ്ഞു തന്നു അതിന്റെ എല്ലാ അവരൊക്കെ ഞങ്ങൾ കോണ്ടാക്ട് ചെയ്തു. ഇന്ന ദിവസം ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര ബൈഹാർട്ടായിട്ട് ഞാൻ മാനുവലി തയ്യാറാക്കിയിരുന്നു റൂട്ട്. അതിന് വേണ്ടിയിട്ട് എനിക്ക് മാസങ്ങളോളം എടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ അവർക്ക് കണക്ട് ചെയ്യും. ഇന്ന സ്ഥലത്ത് ഇപ്പോൾ വാഴക്കാട്, അപ്പൊ അതിൽക്കൂടെയാണ് പോകണമെന്നുണ്ടെങ്കിൽ ഇന്ന സ്ഥലത്ത് ഇവിടെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട്, അവർക്ക് ഞങ്ങൾ വിളിക്കും. ഇന്ന ദിവസം ഇന്നൊരാൾ ഇവിടെ എത്തും, നിങ്ങൾ അവിടെ ടെൻ്റ് അടിക്കാനുള്ള ഒരു സൗകര്യം, ഭക്ഷണമൊക്കെ അയാളുടെ കയ്യിലുണ്ടാവും. രാത്രി ഒന്ന് വരും, സുബഹിസ്കരിച്ചിട്ട് അയാൾ പോകും. ഇതിനൊരു അവസരം ഒരുക്കി കൊടുക്കണമെന്ന് ഒട്ടുമിക്ക പെട്രോൾ പമ്പിൽ നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷേ ഇന്ത്യയിൽ എല്ലാ പെട്രോൾ പമ്പിലും പറഞ്ഞിരുന്നു. ഇന്ത്യയിൽ ഒരൊറ്റ പെട്രോൾ പമ്പിലേ നമുക്ക് താമസിക്കേണ്ടി വന്നിട്ടുള്ളൂ. അത് പഞ്ചാബിൽ എൻട്രി ചെയ്ത അന്ന് അത്രയും വിജനമായ ഒരു സ്ഥലത്ത് ആ ഒരു പെട്രോൾ പമ്പ് ഉള്ളത് അവിടെ താമസിക്കേണ്ടി വന്നു. താമസിച്ചപ്പോൾ തന്നെ അത്രയും പോലീസ് നമുക്ക് റൗണ്ടിൽ സെക്യൂരിറ്റി ഉണ്ടായിരുന്നു.